പ്ലസ് ടു വിത്ത് സാഹിത്യാചാര്യക്ക് 50% മാർക്കുകളാണ് ഇവിടെ അഡ്മിഷൻ എടുക്കാം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും ഈ പ്ലസ് ടു വെച്ചിട്ട് സാഹിത്യാചാര്യം വെച്ചിട്ട് BA ഡിഗ്രിയുടെ ഇൻട്രൻസിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി കൊടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കവിടെ ഈ സാഹിത്യാചാര്യം പ്ലസ് ടുവിന്റെ മാർക്കൂടെ വെച്ച് കൊടുത്തിട്ട് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇക്വലൻസിക്ക് വേണ്ടി അവർ അംഗീകാരം തരും. അതനുസരിച്ച് 2 പേപ്പർ 2 പാർട്ട് എഴുതിയാൽ മതി. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിയമം അനുസരിച്ച് നമ്മൾ പറയപ്പെടുന്നത് പ്ലസ് ടു കഴിഞ്ഞ് 3 വർഷത്തേക്ക് ആ 3 വർഷത്തെ കോഴ്സാണ് ഡിഗ്രി. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ഭാഷയാണ്, ലാംഗ്വേജാണ്. സെക്കൻഡ് ലാംഗ്വേജ് പറയും. അത് ഹിന്ദി ആകാം, മലയാളമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയാകാം. പാർട്ട് 3 എന്ന് പറയുന്നത് മെയിൻ സബ്ജക്റ്റാണ്. അത് ഹിസ്റ്ററി ആകാം, സയൻസ് ആകാം, ഫിസിക്സ് ആകാം, ബയോളജി ആകാം. ലാംഗ്വേജ് ആണെങ്കിൽ ഹിന്ദി ആകാം, മലയാളം ആകാം, ഏതായാലും. അതിൽ സാഹിത്യാചാര്യ ഹിന്ദിയുടെ മെയിൻ പാർട്ടായിട്ട് തേർഡ് പാർട്ടായിട്ട് അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? പാർട്ട് 10 സെക്കൻഡ്. ആ പാർട്ട് 10 സെക്കൻഡും പരീക്ഷ എഴുതാൻ അനുവാദവും നൽകുന്നുണ്ട്. അത് രണ്ടും എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് BA ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് തരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. തേർഡ് പാർട്ട് നിങ്ങൾക്ക് എഴുതണം. തേർഡ് പാർട്ട് മെയിൻ സബ്ജക്ട് എഴുതണം. പക്ഷെ കേരളത്തിലെ സംവിധാനം അതേ സമയത്ത് നിങ്ങൾക്ക് ഈ സാഹിത്യാചാര്യം വെച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ BA ഡിഗ്രിക്ക് തുല്യമാണ്. നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അങ്ങനെ ഇക്വലൻസ് എടുത്തതിന് ശേഷം ആചാര്യങ്ങളെ കൊണ്ട് യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതേ കേരള യൂണിവേഴ്സിറ്റി BA സർട്ടിഫിക്കറ്റ് ഇത്രയും സൗകര്യം എവിടെ ഇത്രയും സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഹിന്ദിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളിലേക്ക് പോലും ഇതുപോലുള്ള സൗകര്യങ്ങൾ കോളേജിൽ പോയി ഈ 3 വർഷത്തെ ഡിഗ്രി പഠിച്ച് 95% മാർക്ക് മേടിച്ച് 4 സീറ്റോ 10 സീറ്റോ പ്രൈവറ്റ് ആയിട്ടോ നിങ്ങൾ കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടണം. ആ അഡ്മിഷൻ കിട്ടി പുറത്തിറങ്ങുന്ന BA കഴിഞ്ഞ് ഇറങ്ങുന്നവരോടൊപ്പം നിങ്ങൾക്ക് വളരെ വേണ്ടി സാഹിത്യാചാര്യം കഴിയുക. അത് കഴിഞ്ഞിട്ട് ഇക്വലൻസിക്ക് കൊടുക്കുക. അത് ഇക്വലൻസി പിന്നെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് BA ചെയ്യാം. BA കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഇക്വലൻസി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞാൽ BA ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഏത് ഭാഷയ്ക്കാണ്, ഏത് സബ്ജക്റ്റാണ്? ഇത്രയും കഴിഞ്ഞ 2018 മുതൽ ഞങ്ങൾ ഓർഗനൈസേഷൻ ചെയ്ത കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റികളെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴാണ്